സംസ്ഥാനത്ത് ആശങ്കയായി കോളറ എന്നുള്ളതാണ്. എറണാകുളം കാക്കനാട് സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ വർഷത്തെ മൂന്നാമത്തെ കോളറ കേസാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. അമീബിക് മസ്തിഷ്ക കേസുകൾ ഉയരുന്നതിനിടയിലാണ് കോളറ സ്ഥിരീകരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. MG പ്രതീക്ഷ വാർത്തകൾ ചേർന്നു. പ്രതീക്ഷ, പനികൾ പലതരമാണ്. അപ്പോൾ ഈ കോളറയെ പറ്റി ആരോഗ്യവകുപ്പ് പറയുന്നത് എന്താണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ പ്രതീഷ്? ഹാഷ്മി, സംസ്ഥാനത്ത് നിന്ന് കോളറ തുടച്ചു നീക്കിയെന്ന് പറയുമ്പോഴും വീണ്ടും ഇത്തരം കേസുകൾ ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. മലിനജലങ്ങൾ വഴിയാണ് പ്രധാനമായും ഈ കേസുകൾ വർദ്ധിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഈ ആശങ്ക ഇപ്പോൾ ഒരു കോളറ കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ്, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും കോളറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം മാത്രം 3 കേസുകൾ മാത്രമാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മാസം 25-ാം തീയതി ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ച കണക്കിലാണ് സംസ്ഥാനത്ത് ഒരാൾക്ക് കോളറ റിപ്പോർട്ട് ചെയ്തതായി പറഞ്ഞിട്ടുള്ളത്. എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ 3 കേസുകൾ ആകെ റിപ്പോർട്ട് ചെയ്തു. അതിൽ നേരത്തെ തന്നെ ഒരു മരണവും കോളറ മൂലം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി കോളറയും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. 2 രോഗങ്ങളും മലിനമായ ജലത്തിലൂടെ പകരുന്നു എന്നുള്ള കാര്യമാണ് നേരത്തെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 144 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ആകെ മരണം 30 കടന്നിട്ടുണ്ട്. ഈ മാസം മാത്രം 56 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 9 മരണവും റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് സംസ്ഥാനത്ത് വീണ്ടും കോളറ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത്. 25-ാം തീയതിയാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് അവസാനമായി പ്രസിദ്ധീകരിച്ചത്. ആ കണക്കിലാണ് എറണാകുളം കാക്കനാട് സ്വദേശിക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉറവിടമടക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ഹാഷ്മി, ഓക്കെ. ആശങ്കയായി കോളറയും സംസ്ഥാനത്തേക്ക് ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം ഇത് മലിനമായ വെള്ളത്തിൽ കൂടിയാണ് കോളറയും പകരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ തന്നെ അതിന്റെ രീതികൾ വേറെയാണെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രതിരോധം. തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാവൂ എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ആരോഗ്യം പ്രധാനമാണ്. അതുകൊണ്ട് ടേക്ക് കെയർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.